നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നെന്ന് നോക്കാം. രാത്രിയിൽ അയാൾ കിടക്കും മുമ്പ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിൽ എന്താണ് അയാൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചതെന്ന് നോക്കാം. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കണേ. എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചത്? ജഡ്ജ്മെൻ്റാണ്. അതായത് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പിനെ ഒന്ന് മര്യാദയ്ക്ക് ഒന്നുകിൽ ഒരു കൺക്ലൂഷനിലേക്ക് അല്ലെങ്കിൽ മുന്നോട്ട്, ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ലാത്തൊരവസ്ഥയിലൂടെ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നത്. ഇതിനെ എങ്ങനെ ഒന്ന് നിവൃത്തിയെടുക്കാൻ പറ്റുമെന്നായിരിക്കും ഒരുപക്ഷെ അയാൾ ചിന്തിച്ചിട്ടുണ്ടാവുക. ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ്, ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നാണ്. രണ്ട് കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ആളുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത്. അയാൾ ശരിയായിരുന്നു, അയാൾക്ക് കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിരുന്നു, അയാൾ ഷാർപ്പായിരുന്നു, അയാൾ കരുതിയിരുന്നതെല്ലാം ശരിയായിരുന്നു, അയാളുടെ തീരുമാനങ്ങളെല്ലാമായിരുന്നു ശരി എന്നൊക്കെ വിചാരിച്ച് കുറച്ച് ഈഗോയിസ്റ്റായിട്ട് തന്നെയാണ് അയാൾ ചിന്തിച്ചിട്ടുള്ളതായിട്ട് കാണുന്നത്. നെക്സ്റ്റ് ഹാങ്ക്ഡ് മാനാണ്. അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്മൂത്ത്നെസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ, അതോ അതങ്ങ് സ്റ്റക്കാക്കി നിർത്തണോ, അത് ഇവിടെ അങ്ങ് ഉപേക്ഷിച്ചാലോ എന്നൊക്കെ അയാൾ വിചാരിച്ചിട്ടുണ്ടാകാം. നെക്സ്റ്റ് മജീഷ്യൻ്റെ എനർജിയാണ്. ഈ വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ അതിതീവ്രമായിട്ട് നമ്മളിലേക്ക് വന്നു ചേരുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ എന്ത് വേണ്ടാന്ന് വെക്കുന്നോ അത് തന്നെ കൃത്യമായിട്ട് നമ്മളിലേക്ക് വന്നു ചേരുന്ന ഒരു എനർജി. ഇത് മജീഷ്യൻ്റെ കാർഡാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്, മിസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ ആദ്യത്തെ ചിന്തകളിൽ അയാളാണ് ശരിയെന്ന് തോന്നിയെങ്കിലും നിങ്ങളെ മിസ് ചെയ്യുന്ന സമയത്ത് അയാൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെ കാലം കണക്ക് തീർക്കുകയാണെന്നൊക്കെ അയാൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എന്തോ ഒരു സംഭവം നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ സെപ്പറേഷൻ ഇങ്ങനെ നീണ്ടുപോകുന്നത്. എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് അയാൾക്ക് മനസ്സിലാവുന്നേ ഉണ്ടാവില്ല. കാരണം എന്താണ് സംഭവിച്ചത് എന്താണെന്നറിയാം, പക്ഷെ എന്തുകൊണ്ടാണ് ഒരു റീയൂണിയൻ പോസിബിൾ ആവാത്തതെന്ന് അയാൾ വിചാരിക്കുന്നുണ്ട്. 7 ഓഫ് കപ്സ് ആണ്. പല കാരണങ്ങൾ അയാൾ ചകഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കാം, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടായിരിക്കാം, എന്തുകൊണ്ടാണ് റീയൂണിയൻ സംഭവിക്കാത്തത്, അല്ലെങ്കിൽ ഇന്ന് റീയൂണിയൻ സംഭവിക്കുമോ, ഏത് വഴിയിലൂടെയാണ് പോകേണ്ടത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അയാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആദ്യ അവസാനം ചിന്തിച്ചതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് കട വന്നിട്ട് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ മുമ്പ് എത്ര സ്നേഹത്തിലായിരുന്നോ കാത്തിരുന്നത്, എത്ര സ്നേഹത്തിലായിരുന്നോ നിങ്ങളുണ്ടായിരുന്നത്, അതിൻ്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും അയാൾക്കുണ്ട്. പതുക്കെയാണെങ്കിലും ഈ മുറിവുകളെല്ലാം ഉണങ്ങിയതിന് ശേഷമാണെങ്കിലും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം എന്ന് അയാൾ വിചാരിക്കുന്നുണ്ട്. വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അയാൾ ഒരു ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്, ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അയാളുടെ കയ്യിൽ ഒരു കത്തും ഉണ്ട്, കേട്ടോ, കത്തും കൂടെ ഉണ്ട്. ഓക്കെ.